ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൽബെ മലയാളിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നത്തെ വീഡിയോ നമ്മുടെ കെസിയോ F91W എന്ന വാച്ചിൻ്റെ ഒരു കംപ്ലീറ്റ് ഗൈഡ് റിവ്യൂ, അതോടൊപ്പം തന്നെ ഈ വാച്ച് ഫേക്ക് ആണോ ഒറിജിനൽ ആണോ എന്ന് കണ്ടുപിടിക്കുന്നതിനുള്ള കുറച്ച് ടെക്നിക്സുമാണ് പറയാൻ പോകുന്നത്. അപ്പോൾ നേരെ വീഡിയോയിലോട്ട് കിടക്കാം. ഹലോ ഫ്രണ്ട്സ്, വൺസ് അഗൈൻ വെൽക്കം ടു ദ വീഡിയോ. നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ചെയ്യാൻ പോകുന്നത് കെസിയോ F91Wൻ്റെ റിയൽ വൈസസ് ഫേക്ക് സ്പോട്ടിംഗ് ആണ്. ഈ തീമിലുള്ള ഒത്തിരി വീഡിയോസ് ഇപ്പോൾ ഇൻ്റർനെറ്റിൽ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ ചെയ്യുന്നത് ഇതിലുള്ള എല്ലാ പോയിൻറ്റ്സുകളും കളക്ട് ചെയ്തുകൊണ്ട് അതോടൊപ്പം തന്നെ ഇതിൽ പറഞ്ഞിട്ടില്ലാത്ത ചില പോയിൻ്റ് കൂടി നമ്മുടെ വീഡിയോയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് നിങ്ങളുടെ മുന്നിൽ പ്രസൻറ്റ് ചെയ്യാനായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലെയുള്ള ഇൻട്രസ്റ്റിംഗ് വീഡിയോസ് ഈ ചാനലിൽ ഇനിയും വരുന്നതായിരിക്കും. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് തന്നെ കെസിയോ F91W ഒന്ന് പരിചയപ്പെടാം. ജാപ്പനീസ് ഇലക്ട്രോണിക് മാനുഫാക്ചേഴ്സ് ആയിട്ടുള്ള കെസിയോൻ്റെ 1989 ഇൻട്രൊഡ്യൂസ് ചെയ്ത മോഡലാണ് കെസിയോ F91W. ഇത് വരുന്നത് F87Wൻ്റെ സക്സസറായിട്ടാണ്. 2011 മുതൽ ഓരോ വർഷവും 3 മില്യൺ യൂണിറ്റിൻ്റെ അടുത്താണ് ഈ വാച്ച് വിറ്റഴിക്കപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ വേൾഡിൽ ഏറ്റവും കൂടുതൽ വിറ്റഴിച്ചിട്ടുള്ള വാച്ച് എന്ന ഒരു റെക്കോർഡും ഈ വാച്ചിന് സ്വന്തമാണ്. സോ ഈ വാച്ചിനെ പറ്റി പറയുവാണെങ്കിൽ ഇതൊരു ഡിജിറ്റൽ ഡിസ്പ്ലേ കോട്സ് മൂവ്മെൻറ്റ് വാച്ചാണ്. ഈ വാച്ചിൽ വരുന്ന മെയിനായിട്ടുള്ള ഫങ്ഷൻസ് എന്ന് പറയുന്നത് ഒരു അലാം ഫങ്ഷനുണ്ട്, അതേപോലെ ഒരു സ്റ്റോപ്പ് വാച്ച് ഉണ്ട്, പിന്നെ നമുക്കിതിനകത്ത് സെക്കൻഡ്, മിനിറ്റ്, അതുപോലെ തന്നെ അവർ സെറ്റ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ ഈ വാച്ചിൽ വരുന്നത് 24 hour ടൈം, 12 hour ടൈം നമുക്ക് സെറ്റ് ചെയ്യാം. പിന്നെ ഈ വാച്ചിൽ നോക്കുവാണെങ്കിൽ നമുക്കൊരു ഗ്രീൻ ലൈറ്റാണ് വാച്ച് കൊടുത്തിരിക്കുന്നത്. വാച്ചിൻ്റെ ഡിസൈൻ നമുക്ക് നോക്കുവാണെങ്കിൽ ഇതിൻ്റെ കേസ് കാണാം. ഈ കേസ് വന്നിരിക്കുന്നത് 37.5 by 34.5 by 8.5 by മില്ലിമീറ്ററിലാണ്. അതോടൊപ്പം ഈ കേസ് പ്രൈമറിലി റെസിൻ വെച്ചാണ് മാനുഫാക്ചർ ചെയ്തിരിക്കുന്നത്. ബാക്ക് സൈഡിലേക്ക് നോക്കുവാണെങ്കിൽ ഒരു സ്റ്റെയിൻലെസ് സ്റ്റീലായിട്ടുള്ള ഒരു ബാക്ക് കേസ് കാണാനായിട്ട് പറ്റും. അതിൽ കെസിയോയുടെ ഡീറ്റെയിൽസ് എൻഗ്രേവ് ചെയ്തിട്ടുണ്ട്. ഇത് 593 എന്ന് പറയുന്നതിൻ്റെ മൊഡ്യൂൾ നമ്പറാണ്. അതേപോലെ മൊഡ്യൂൾ നമ്പറിനോട് തൊട്ട് ചേർന്ന് തന്നെ മോഡൽ നമ്പറായിട്ടുള്ള F91W കാണാം. വാട്ടർ റെസിസ്റ്റൻറ്റ് എന്ന് കാണാം. ചൈനയിലാണ് ഈ വാച്ച് മാനുഫാക്ചർ ചെയ്തിരിക്കുന്നത്. അടുത്ത് നമുക്കിതിൻ്റെ ഫീച്ചേഴ്സ് നോക്കാം. ഈ വാച്ചിൽ നമുക്ക് 12 hour ടൈം അതുപോലെ 24 hour ടൈമായിട്ട് സെറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഇപ്പോൾ ഈ വാച്ചിൽ നോക്കുമ്പോൾ 9:25 ആണ് കാണിക്കുന്നത്. ഇത് AM ആണോ PM ആണോ എന്ന് അറിയാൻ പറ്റില്ല. അത് കാരണം കൊണ്ട് എപ്പോഴും ഞാൻ പ്രിഫർ ചെയ്യുന്നത് 24 hour ടൈമാണ്. അപ്പോൾ അത് 24 hour ടൈമിൽ ഇപ്പോൾ ഒരു മണിയാണെങ്കിൽ നേരെ 13 എന്ന് കാണിക്കും. നമുക്ക് പെട്ടെന്ന് സമയം മനസ്സിലാക്കാനായിട്ട് എളുപ്പമാണ്. അപ്പോൾ അടുത്ത് പറയാൻ പോകുന്ന ഫീച്ചർ അവർലി ബീപ്പാണ്. അതായത് ഓരോ മണിക്കൂറിലും നമുക്കൊരു ബീപ്പ് സൗണ്ട് കേൾക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സെറ്റിങ്സ് ആണ്. ഇപ്പോൾ ഞാൻ നിലവിൽ ഈ വാച്ചിൽ അത് സെറ്റ് ചെയ്തിട്ടില്ല. അതിന് വേണ്ടിയിട്ട് മോഡ് ബട്ടൺ യൂസ് ചെയ്ത് അലാം മോഡിലേക്ക് മാറ്റി അതിനുശേഷം റൈറ്റ് സൈഡിലെ ബട്ടൺ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് നമുക്ക് ഈ ബെൽ ഐക്കൺ കാണുന്നത് വരെ ആക്കുക. ഇപ്പോൾ ഞാനിപ്പോൾ ഇതിനകത്ത് അലാം അതിനോടൊപ്പം തന്നെ അവർലി ബീപ്പും സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഓരോ അവറിലും ചെറിയൊരു ബീപ്പ് സൗണ്ട് കേൾക്കാനായിട്ട് പറ്റും. ഇപ്പോൾ നമുക്ക് ഈ അലാം മോഡിൽ 12 മണിക്കാണ് അലാം സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ 12 മണിയാവുന്ന സമയത്ത് 20 സെക്കൻഡ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള ബീപ്പ് സൗണ്ട് ആയിരിക്കും ഇതിൽ നിന്നും വരാൻ പോകുന്നത്. അടുത്ത വരുന്ന ഫീച്ചറാണ് സ്റ്റോപ്പ് വാച്ച്. ഈ സ്റ്റോപ്പ് വാച്ചിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നതിന് റൈറ്റ് സൈഡിലെ ബട്ടൺ, അത് സ്റ്റോപ്പ് ചെയ്യുന്നതിനും റൈറ്റ് സൈഡിലെ ബട്ടൺ, അതോടൊപ്പം തന്നെ നമുക്ക് ലാപ്പ് കൗണ്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ലെഫ്റ്റ് സൈഡ് ടോപ്പ് ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്ക് ഓരോ ലാപ്പ് നമുക്ക് കൗണ്ട് ചെയ്യാനായിട്ട് പറ്റും. ഇനി ഈ വാച്ചിൻ്റെ ഒരു നെഗറ്റീവ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു പോരായ്മ എന്ന് പറയുന്നത് ഈ വാച്ചിൽ നമുക്ക് ഒരിക്കലും ലീപ്പ് ഇയർ ഇൻകോപ്പറേറ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. അതായത് ഫെബ്രുവരി ലീപ്പ് ഇയർ ആയിട്ട് വരുമ്പോൾ 29 ദിവസം വരുമെന്ന് നമുക്കറിയാം. ഒരിക്കലും ഈ വാച്ചിൽ ഫെബ്രുവരി മാസത്തിൽ അങ്ങനെ വരുന്ന ലീപ്പ് ഇയറിൽ 29 ഡേയ്സ് നമുക്ക് കാണാനായിട്ട് പറ്റില്ല. അത് ഈ വാച്ചിൻ്റെ ഒരു പോരായ്മയായിട്ട് തന്നെ വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. അതോടൊപ്പം തന്നെ വാച്ചിൽ ഒരു ഫെയിൻറ്റ് ഗ്രീൻ LED ലൈറ്റ് കമ്പനി കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഈ വാച്ച് വരുന്നത് 3 volt ലിഥിയം ബട്ടൺ സെൽ ബാറ്ററിയിലാണ്. അതോടൊപ്പം തന്നെ ഈ വാച്ചിൻ്റെ ബാറ്ററി ലൈഫായിട്ട് കമ്പനി പറയുന്നത് ഏകദേശം 7 years ആണ്.
ഈ വാച്ച് ഒരു വാട്ടർ റെസിസ്റ്റ് വാച്ചാണ്. 30 മീറ്റർ അല്ലെങ്കിൽ 3 ബാറാണ് ഇതിൻ്റെ വാട്ടർ റെസിസ്റ്റൻ്റ് ആയിട്ട് പറയുന്നത്. നമ്മുടെ വീഡിയോയിൽ ഇതിനു മുമ്പായിട്ട് ഈ വാച്ചിൻ്റെ ഒരു ഡീപ്പ് ഫ്രോസ്റ്റ് ടെസ്റ്റ് അതേപോലെ തന്നെ വാട്ടർ റെസിസ്റ്റ് ടെസ്റ്റ് ചെയ്തിട്ടുണ്ട്. കാണാത്തവർ പോയി കാണുക. അപ്പോൾ ഈ വാട്ടർ റെസിസ്റ്റ് 30 മീറ്റർ അല്ലെങ്കിൽ 3 ബാർ എന്നതുകൊണ്ട് ഈ വാച്ച് നമുക്ക് എവരിഡേ യൂസിന് സ്യൂട്ടബിൾ ആണ്. അതുപോലെ സ്പ്ലാഷ് റെയിൻ റെസിസ്റ്റൻറ്റും കൂടിയാണ്. പക്ഷേ ഈ വാച്ച് ഒരിക്കലും ഷവർ ചെയ്യുന്ന സമയത്തോ അല്ലെങ്കിൽ കുളിക്കുന്ന സമയത്തോ അല്ലെങ്കിൽ സ്വിം ചെയ്യുന്ന സമയത്തോ അല്ലെങ്കിൽ വാട്ടർ റിലേറ്റഡ് ആയിട്ടുള്ള ഫിഷിംഗ് അങ്ങനെയുള്ള സമയത്തൊന്നും കമ്പനി റെക്കമെൻഡ് ചെയ്യുന്നില്ല. എത്രത്തോളം പ്രസിദ്ധമാണോ അത്രത്തോളം തന്നെ കുപ്രസിദ്ധിയും ആർജിച്ചിട്ടുള്ളൊരു വാച്ചാണിത്. കസിയോയുടെ ഈ വാച്ചിൻ്റെ നിക്നെയിം എന്ന് പറയുന്നത് ദ മോസ്റ്റ് നൊട്ടോറിയസ് കസിയോ വാച്ച് എന്നാണ്. ഇത് ഭീകരവാദ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കുന്നത് കൊണ്ടാണ് ഈ വാച്ചിനെ അങ്ങനെ വിളിക്കുന്നതിൻ്റെ കാരണം. ഭീകരവാദ പ്രവർത്തനങ്ങളിൽ ടൈമറായിട്ട് ഈ വാച്ച് യൂസ് ചെയ്യുന്നത് കൊണ്ടാണ് അങ്ങനെ വിളിക്കുന്നത്. അത് കാരണം കൊണ്ട് ഒഫീഷ്യൽ അല്ലെങ്കിൽ പോലും പല എയർപോർട്ട് അല്ലെങ്കിൽ പല വളരെ ഹൈലി സെക്യൂർഡ് ആയിട്ടുള്ള വെന്യൂസിൽ ഈ വാച്ച് ബാൻഡാണ്. വേൾഡ് ഫേമസ് ആയിട്ടുള്ള സെലിബ്രിറ്റീസ്, ബിസിനസ്മാൻ, ആക്ടേഴ്സ്, അതേപോലെ ഫോർമർ US പ്രസിഡൻറ്റ് ഒബാമ മുതൽ കുപ്രസിദ്ധി ആർജിച്ചിട്ടുള്ള ഒസാമ വരെ വെയർ ചെയ്തിട്ടുള്ള വാച്ചാണിത്. നമുക്കിതിൻ്റെ ഇൻ്റർനെറ്റ്സിൽ നോക്കുവാണെങ്കിൽ ഒത്തിരി സെലിബ്രിറ്റീസ് ഇതുപോലുള്ള വാച്ചുകൾ സിമ്പിളായിട്ടുള്ള ഈ കസിയോ F91W വെയർ ചെയ്തിരിക്കുന്ന പിക്ചേഴ്സ് നമുക്ക് കാണാനായിട്ട് പറ്റും. പൊതുവെ കസിയോ വാച്ചുകളെല്ലാം തന്നെ ഫേമസ് ആണ്. പക്ഷേ കസിയോയുടെ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ളൊരു മോഡലാണ് ഈ F91W. അതിൽ മെയിനായിട്ടുള്ളൊരു കാരണം ഇതിൻ്റെ അഫോർഡബിലിറ്റിയാണ്. ലോകത്തിലെ ഏറ്റവും കൂടുതൽ സെല്ല് ചെയ്യപ്പെട്ടുള്ള വാച്ചാണെങ്കിൽ പോലും ഈ വാച്ച് ഇപ്പോൾ നാട്ടിൽ ഒരു 1000 to 1200 റേഞ്ചിൽ നമുക്ക് ലഭിക്കുന്നതാണ്. അതോടൊപ്പം തന്നെ ഇതിൻ്റെ ഡ്യൂറബിലിറ്റി, ഇതിൻ്റെ ബാറ്ററി ലൈഫ് നിയർലി ഒരു 7 ഇയേഴ്സാണ് കമ്പനി പറഞ്ഞിരിക്കുന്നതിൻ്റെ ബാറ്ററി ലൈഫ്. അതുപോലെ വളരെ സിമ്പിളായിട്ടുള്ള ഒരു ഡിസൈൻ അല്ലെങ്കിൽ കേസ്, അതുപോലെ വാച്ചിൻ്റെ സ്ട്രാപ്പ്, ഇതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള അതോടൊപ്പം തന്നെ ആവശ്യത്തിന് ഫീച്ചേഴ്സും സിമ്പിൾ ആൻഡ് ക്ലാസിക് ഡിസൈനും ഏത് ഒക്കേഷൻസിലും വെയർ ചെയ്യാനായിട്ടുള്ളൊരു വാച്ചാണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ കസിയോ F91W തന്നെയായിരിക്കും ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളൊരു ഓപ്ഷൻ. ഇനിയാണ് നമ്മുടെ മെയിനായിട്ടുള്ള ടോപ്പിക്ക്. ഇത്രത്തോളം പോപ്പുലറും അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെട്ടിട്ടുള്ള ഈ അഫോർഡബിൾ വാച്ച് കസ്റ്റമേഴ്സ് മേടിക്കുമ്പോൾ ഇതിനകത്ത് ഫേക്ക് ഏതാ അതുപോലെ ഒറിജിനൽ ഏതാ എന്ന് കണ്ടുപിടിക്കാനായിട്ട് ഒത്തിരി ബുദ്ധിമുട്ട് വരാറുണ്ട്. അതാണ് ഞാൻ ഈ വീഡിയോയിലൂടെ മാക്സിമം ഷെയർ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത്. കേവലം ഒരു 1-2 കാര്യങ്ങൾ ചെക്ക് ചെയ്തുകൊണ്ട് മാത്രം നമുക്കിത് ഫേക്കാണ് അല്ലെങ്കിൽ ഒറിജിനലാണ് എന്ന് നമുക്ക് ഉറപ്പിക്കാനായിട്ട് പറ്റില്ല. ഒത്തിരി കാര്യങ്ങൾ കമ്പയർ ചെയ്ത് അതിൽ വളരെ മൈന്യൂട്ടായിട്ടുള്ള ഡീറ്റെയിൽസ് നോക്കിക്കഴിഞ്ഞാൽ മാത്രമാണ് നമുക്കിത് ഫേക്കാണോ ഒറിജിനലാണോ എന്ന് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. കാരണം അത്രയും പെർഫെക്ഷനോട് കൂടിയാണ് ഫേക്ക് ആയിട്ടുള്ള വാച്ചുകൾ പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മളെപ്പോഴും ഒറിജിനൽ വാച്ച് വാങ്ങിക്കാനാണ് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് തന്നെ എപ്പോഴും ഓതറൈസ്ഡ് ആയിട്ടുള്ള ഒരു ഡീലറുടെ അടുത്തുനിന്നോ അല്ലെങ്കിൽ ഡയറക്റ്റ് കസിയോൻ്റെ വെബ്സൈറ്റിൽ, അതുപോലെ ഇപ്പോൾ ആമസോൺ, ഫ്ലിപ്കാർട്ട് ഇവിടെ നിന്നാണ് വാങ്ങുന്നതെങ്കിൽ അതിനകത്ത് തന്നെ നല്ല റേറ്റിംഗ് കിട്ടിയിട്ടുള്ള സെല്ലറുടെ കയ്യിൽ നിന്നും മാത്രം വാങ്ങാനായിട്ട് ശ്രമിക്കുക. ഫേക്ക് വാച്ച് അല്ലെങ്കിൽ ഒറിജിനൽ വാച്ച് സ്പോട്ട് ചെയ്യുന്നതിന് പല മെത്തേഡുകളുണ്ട്. അതിൽ തന്നെ പല മെത്തേഡിൽ ഒരു മെത്തേഡാണ് വിഷ്വൽ അപ്പിയറൻസ്. അത് നമുക്ക് എന്താണെന്ന് നോക്കാം. അപ്പോൾ വിഷ്വൽ അപ്പിയറൻസിൽ ആദ്യമായിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്ന ഒരു കാര്യം അത് വന്നിരിക്കുന്ന ഒരു മാനുവൽ അല്ലെങ്കിൽ പാക്കേജിംഗ് ആണ്. അത് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് അറിയാനായിട്ട് പറ്റും. ഇതിപ്പോൾ ഞാൻ കസിയോൻ്റെ വെബ്സൈറ്റിൽ നിന്ന് ഓർഡർ ചെയ്തതാണ്. അതുകൊണ്ട് എനിക്ക് അഷ്യൂർ ചെയ്യാൻ പറ്റും ഇത് ഒരു 100% ഒറിജിനൽ വാച്ചാണ്. അപ്പോൾ ഇത് വന്നിരിക്കുന്നത് കസിയോൻ്റെ ഒരു നോർമൽ ഒരു പാക്കേജിംഗ് ബോക്സിലാണ്. അതോടൊപ്പം തന്നെ അതിനകത്ത് ചെറിയൊരു ടാഗ് ഉണ്ടാവും. ഈ വാച്ച് ഞാൻ മേടിച്ച സമയത്ത് ഈ ടാഗ് ഈ വാച്ചിൽ കൂടെ ഉണ്ടായിരുന്നു. ഞാനത് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഈ വാച്ചിൽ നോക്കുമ്പോൾ നമ്മുടെ വാച്ചിൻ്റെ ബാക്കിലുള്ള ഈ 593 എന്നൊരു മൊഡ്യൂൾ നമ്പർ ഇതിനകത്ത് കാണാം. അതോടൊപ്പം തന്നെ കസിയോ ബ്രാൻഡിൻ്റെ ഒരു പ്രിൻറ്റും കാണാനായിട്ട് പറ്റും. അപ്പോൾ നമുക്ക് ഈ പാക്കേജ് കാണുമ്പോൾ തന്നെ ഇവിടെ ഒരു QR കോഡ് കാണാം. ഈ QR കോഡ് നമ്മൾ സ്കാൻ ചെയ്യുമ്പോൾ നമുക്കിതിൻ്റെ പാക്കേജിംഗ് ഡീറ്റെയിൽസിനെ പറ്റി കാണാനായിട്ട് പറ്റും. നമ്മളിതിനെ ട്രാൻസ്ലേറ്റ് ചെയ്യുകയാണ്. ഓക്കെ, കാസിയോ പ്രൊഡക്റ്റ് പാക്കേജിംഗ് മെറ്റീരിയൽസ് ആൻഡ് ഡിസ്പോസൽ ഗൈഡ് ലൈൻസ് ആണ്.
എപ്പോഴും ഒരു ഒറിജിനലായിട്ടുള്ള ഒരു പാക്കേജിങ് അല്ലെങ്കിൽ ഒറിജിനൽ വാച്ച് വരുന്ന ഒരു പാക്കേജിങ്ങിൽ മാത്രമാണ് ഈ യുണീക്ക് QR കോഡും ഈ യുണീക്ക് QR കോഡ് കാസിയോൻ്റെ വെബ്സൈറ്റിലേക്കാണ് ഡയറക്റ്റ് ചെയ്യുന്നത്. നമുക്ക് ഒരു ഒറിജിനൽ വാച്ചിൽ മാത്രമായിരിക്കും ഇങ്ങനെ ഒരു കാര്യം കാണാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ അത് ഒന്നാമത്തെ കാര്യമായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. അടുത്തായിട്ട് നമുക്ക് ഈ വാച്ചിൻ്റെ ബോക്സിൻ്റെ ഉള്ളിൽ നോക്കുവാണെങ്കിൽ ഒരു ഒറിജിനൽ വാച്ചിൽ നമുക്ക് എപ്പോഴും ഒരു മൾട്ടി ലാംഗ്വേജിലായിട്ടുള്ള വാറൻറ്റി അതുപോലെ ഓപ്പറേഷൻ മാനുവൽസ് കാണാനായിട്ട് പറ്റും. ഇതിൻ്റെ വേസ്റ്റ് ഡിസ്പോസലിൻ്റെ പേപ്പറാണ്. അതിപ്പോൾ നിലവിൽ ഇത്രയും ഭാഷയിൽ കൊടുത്തിട്ടുണ്ട്. ഇംഗ്ലീഷ്, സ്പാനിഷ്, നെതർലൻഡ് അതുപോലെ ഇവിടെ കാണാനായിട്ട് പറ്റും. ഇത്രയും ഭാഷയിൽ ഇവിടെ ഇതിൻ്റെ വേസ്റ്റ് ഡിസ്പോസലിനെ പറ്റി ഡിസ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. അടുത്ത വാറൻറ്റി കാർഡ് നോക്കുവാണെങ്കിൽ നമുക്കിവിടെ ഇംഗ്ലീഷ്, ജർമ്മൻ അതുപോലെ മറ്റു പല ഭാഷയിലും നമുക്കത് കാണാനായിട്ട് പറ്റും. നോക്കുക, ഇംഗ്ലീഷുണ്ട്, ജർമ്മൻ ഭാഷയുണ്ട്, അതുപോലെ ഫ്രഞ്ച്, സ്പാനിഷ്, ഇറ്റാലിയൻ, പോർച്ചുഗീസ് ഇത്രയും ഭാഷയിൽ ഇവരുടെ വാറണ്ടി ടേംസ് ആൻഡ് കണ്ടീഷൻസ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ വരുന്നത് ഈ വാച്ചിൻ്റെ ഒരു ഓപ്പറേഷൻ മാനുവലാണ്. അപ്പോൾ അവിടെ വന്നിരിക്കുന്നത് കാസിയോൻ്റെ ഒരു മൊഡ്യൂൾ നമ്പറുകൾ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇതൊരു യുണീക്കായിട്ടുള്ളൊരു നമ്പറല്ല. ഈ സീരീസിൽ വരുന്ന എല്ലാ വാച്ചുകൾക്കും ഈ ഒരു നമ്പർ നമുക്ക് കാണാനായിട്ട് പറ്റും. ഇത് ജസ്റ്റ് ഐഡൻറ്റിഫൈ ചെയ്യുന്നത് ഏത് ഓപ്പറേഷൻ മാനുവലാണ് യൂസ് ചെയ്യേണ്ടത് എന്നുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ നമ്പർ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ഓപ്പറേഷൻ മാനുവൽ ആണെങ്കിൽ പോലും നമുക്കിവിടെ പല ലാംഗ്വേജിൽ കാണാനായിട്ട് പറ്റും. ഇപ്പോൾ കണ്ടോ, ഈ വാച്ച് ഇത് ഇറ്റാലിയൻ ലാംഗ്വേജിൽ കൂടെ കൊടുത്തിട്ടുണ്ട്. അതേപോലെ നോക്കുവാണെങ്കിൽ ഒരു വലിയൊരു പേപ്പറാണ്. അപ്പോൾ ഇതിൻ്റെ ഓപ്പറേഷൻസ് ഇംഗ്ലീഷിൽ നമുക്ക് കൊടുത്തത് കാണാനായിട്ട് പറ്റും. അതോടൊപ്പം തന്നെ ഇത് ഇവിടെ ജർമ്മനിൽ കൊടുത്തിരിക്കുന്നത് കാണാനായിട്ട് പറ്റും. അതേപോലെ ഈ സൈഡിൽ നോക്കുവാണെങ്കിൽ നമുക്ക് സ്പാനിഷ്, ഇറ്റാലിയൻ, ഫ്രഞ്ച്, പോർച്ചുഗീസ് ഭാഷകളിലൊക്കെ കൊടുത്തിരിക്കുന്നത് കാണാനായിട്ട് പറ്റും. നമ്മളെപ്പോഴും വാച്ച് മേടിക്കുമ്പോൾ ഇതുപോലെ ഓപ്പറേഷൻസ് മാനുവൽ മൾട്ടി ലാംഗ്വേജസിൽ ഉണ്ടോ എന്നൊന്ന് ചെക്ക് ചെയ്യുക. ഒരു 90% നമുക്ക് ഈ ഒരു ഓപ്പറേഷൻസ് മാനുവലും അതുപോലെ ഈ പാക്കേജിങ്ങും കണ്ടു കഴിഞ്ഞാൽ നമുക്കത് ഒറിജിനലാണോ ഫേക്കാണോ എന്ന് നമുക്ക് തിരിച്ചറിയാനായിട്ട് പറ്റും. പക്ഷേ എങ്കിൽ പോലും നമുക്കത് 100% തിരിച്ചറിയാനായിട്ട് പറ്റിക്കൊള്ളണമെന്നില്ല. കാരണം ഫേക്കിലും ഇതുപോലെയുള്ള പേപ്പേഴ്സും കാര്യങ്ങളൊക്കെ വെച്ച് വളരെ സൂക്ഷ്മതയോട് കൂടിയിട്ട് അവർക്ക് സെല്ല് ചെയ്യാനായിട്ട് പറ്റും. ഇനി നമുക്ക് പാക്കേജിങ് വിട്ടിട്ട് നമുക്ക് വാച്ചിൻ്റെ കാര്യത്തിലേക്ക് കിടക്കുമ്പോൾ എന്തൊക്കെ നമുക്ക് പെട്ടെന്ന്, അതായത് ഒരു വിഷ്വൽ അപ്പിയറൻസിലൂടെ തന്നെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുമെന്ന് നോക്കാം. ഇതൊരു കാസിയോൻ്റെ ബാക്ക് കേസാണ്. സ്റ്റെയിൻലെസ് സ്റ്റീലിലാണ് ഈ വാച്ച് ബാക്ക് കേസ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് നോക്കുവാണെങ്കിൽ വളരെ റീഡബിളായിട്ട് നല്ല ഒരു ലേസർ എൻഗ്രേവിംഗ് ആണ് ചെയ്തിരിക്കുന്നതെന്ന് കാണാനായിട്ട് പറ്റും. ഇതിനകത്ത് മെയിനായിട്ടും കാസിയോ, അതുപോലെ തന്നെ മൊഡ്യൂൾ നമ്പർ, മോഡൽ നമ്പർ, സ്റ്റെയിൻലെസ് സ്റ്റീൽ ബാക്ക്, വാട്ടർ റെസിസ്റ്റൻറ്റ്, പിന്നെ മെയ്ഡ് ഇൻ ചൈന, പിന്നെ DH ഇത്രയും കാര്യങ്ങളാണ് എൻഗ്രേവ് ചെയ്തിരിക്കുന്നത്. നമുക്ക് സൂക്ഷിച്ച് നോക്കുവാണെങ്കിൽ എപ്പോഴും ഒരു ഹൊറിസോണ്ടൽ ഡയറക്ഷനിലായിരിക്കും ഇതിൻ്റെ ഒരു ഹാച്ചിങ് നമുക്ക് വന്നിട്ടുള്ളത്. ഇത് വളരെ മൈന്യൂട്ടായിട്ട് നോക്കുമ്പോൾ മാത്രമാണ് നമുക്ക് കാണാനായിട്ട് പറ്റുള്ളൂ. ഫേക്കായിട്ടുള്ളൊരു വാച്ചിൽ ഇത്രയും ഒരു ക്ലിയർ ആയിട്ട് നമുക്ക് ബാക്ക് കേസ് കാണാനായിട്ട് പറ്റില്ല. അതുപോലെ ഈ എൻഗ്രേവിങ് നോക്കുവാണെങ്കിലും അത്ര ഒരു റീഡബിളായിട്ടും കാണില്ല. പിന്നെ മെയ്ഡ് ഇൻ ചൈന എന്ന് കണ്ടതുകൊണ്ട് അതൊരു ഫേക്ക് ആണെന്ന് ഒരിക്കലും ഉറപ്പിക്കരുത്. കാരണം ജപ്പാൻ കമ്പനിയാണെങ്കിലും ഈ വാച്ചിൻ്റെ പ്രൊഡക്ഷൻ കോസ്റ്റും കാര്യങ്ങളും ഒക്കെ മാക്സിമം കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് ഈ വാച്ച് ചൈനയിലാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അടുത്ത് നമുക്ക് ചെക്ക് ചെയ്യാവുന്നൊരു കാര്യം ഇതിൻ്റെ ബട്ടൺസിൻ്റെ ക്വാളിറ്റിയാണ്. ഇപ്പോൾ ഒരു ഒറിജിനലിൽ അതിൻ്റെ ബട്ടൺ നല്ല ഫേം ആയിരിക്കും, അതുപോലെ തന്നെ ക്ലിക്കി ആയിട്ട് ഫീൽ ചെയ്യും. ഒരു ഫേക്കായിട്ടുള്ളൊരു വാച്ചിലാണെങ്കിൽ അതിൻ്റെ ബട്ടൺ നമുക്ക് അല്പം ലൂസായിട്ടും അതുപോലെ സ്പോഞ്ചി ആയിട്ടും ഫീൽ ചെയ്യാനായിട്ട് തോന്നും. പിന്നെ നമുക്ക് വരുന്നത് ഈ ബട്ടൺസിൻ്റെ സൗണ്ടാണ്. വളരെ ക്രിസ്പായിട്ടുള്ള ഒരു ബീപ്പ് സൗണ്ടാണ് നമുക്ക് ബട്ടൺ പ്രസ് ചെയ്യാൻ നേരത്ത് നമുക്ക് കേൾക്കാനായിട്ട് പറ്റുന്നത്. ഒരു ഫേക്കിന് എപ്പോഴും ഒരു ഡള്ളായിട്ടുള്ള ഒരു സൗണ്ടായിരിക്കും വരുന്നത്. അടുത്ത് നമുക്ക് ബാക്ക് ലൈറ്റ് നോക്കാം. ബാക്ക് ലൈറ്റ് നമുക്ക് ഈ സൈഡിൽ നിന്ന് നോക്കുമ്പോൾ നമ്മൾ ബാക്ക് ലൈറ്റ് പ്രസ് ചെയ്യുമ്പോൾ നല്ല ഒരു ഗ്രീൻ കളർ ബാക്ക് ലൈറ്റാണ് കാണിക്കുന്നത്. പല ഫേക്കിലും ഒരു ഡള്ളായിട്ടുള്ളൊരു ഗ്രീൻ കളർ അതല്ലെങ്കിൽ ഒരു ബ്ലൂ കളറാണ്
കൊടുത്തിരിക്കുന്നത് കണ്ടിട്ടുള്ളത്. അതോടൊപ്പം നമ്മൾ ഡിസ്പ്ലേ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമ്മൾ അല്പം ടിൽറ്റ് ചെയ്താൽ പോലും നമുക്ക് ഈ ടൈം വളരെ ഈസി ആയിട്ട് റീഡ് ചെയ്യാനായിട്ട് പറ്റും. പക്ഷേ ഫേക്കായിട്ടുള്ള വാച്ചിൽ ഒരിക്കലും ഇങ്ങനെ നമുക്ക് എത്രത്തോളം ടിൽറ്റ് ചെയ്താലും നമുക്ക് വളരെ ഈസി ആയിട്ട് റീഡ് ചെയ്യാനായിട്ട് പറ്റില്ല. ഒന്നുകിൽ അത് ബ്ലർ ആവുകയോ, കണ്ടോ ഇപ്പോൾ ഞാനിപ്പോൾ അവർലി ബീപ്പ് സെറ്റ് ചെയ്തുകൊണ്ടാണ് ഇപ്പോൾ ഈ ടൈമിൽ 11 മണിയായപ്പോൾ ഒരു ബീപ്പ് സൗണ്ട് കേട്ടത്. ഓക്കെ, അപ്പോൾ നമുക്ക് ടിൽറ്റ് ചെയ്ത് നോക്കാം. ടിൽറ്റ് ചെയ്യുമ്പോൾ പോലും നമുക്ക് ഈസി ആയിട്ട് റീഡ് ചെയ്യാനായിട്ട് പറ്റും. അടുത്തൊരു കാര്യം നമുക്ക് ചെക്ക് ചെയ്യാവുന്നത് ഈ വാച്ചിലെ ഫോണ്ടുകളെ പറ്റിയാണ്. അതെത്രത്തോളം ക്ലിയറായിട്ട് കാണുന്നോ അത്രത്തോളം ചാൻസാണ് അത് ഒറിജിനൽ ആവാനായിട്ട്. ഫേക്കായിട്ടുള്ള വാച്ചുകൾ അതിൽ കൂടുതലും യൂസ് ചെയ്തിരിക്കുന്നത് ഒരു അല്പം ഡിമ്മായിട്ടുള്ള ഫസ്സി ആയിട്ടുള്ള ഫോണ്ടുകളായിരിക്കും. അതുപോലെ ഈ ഫോണ്ടുകൾ തമ്മിൽ ചില ഇറഗുലാരിറ്റീസും തമ്മിൽ കാണാനായിട്ട് പറ്റും. ഇപ്പോൾ സെയിം ലെറ്ററുകൾ പല പല സ്ഥലങ്ങളിൽ പല പല ഷേപ്പ് വ്യത്യാസത്തിലൊക്കെ ആയിട്ട് കാണാനായിട്ട് പറ്റും. ഇപ്പോൾ നമ്മൾ ഈ ബ്ലൂ കളറ് ഈ ഔട്ട്ലൈൻ നോക്കുവാണെങ്കിൽ ഈ സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ എല്ലാ എഡ്ജിലും ഇത് വളരെ യൂണിഫോം ആയിട്ടുള്ളൊരു ഡിസ്റ്റൻസാണ് കീപ്പ് ചെയ്തിരിക്കുന്നതെന്ന് കാണാൻ പറ്റും. അപ്പോൾ ഈവൻ ഫോർ ഈ ആരോസ് നോക്കുവാണെങ്കിലും അത് വളരെ ഷാർപ്പ് എഡ്ജായിട്ടുള്ള ആരോസാണ്. പിന്നെ മറ്റൊരു കാര്യം ഈസി ആയിട്ട് നോട്ട് ചെയ്യാൻ പറ്റുന്നത് കസിയോ വാച്ചിൽ F91W വാട്ടർ റെസിസ്റ്റ് എന്നായിരിക്കും എഴുതിയിരിക്കുക. ഒരിക്കലും വാട്ടർ റെസിസ്റ്റൻറ്റ് എന്ന് എഴുതിയിട്ടുണ്ടാവില്ല. അടുത്തതായിട്ടുള്ളൊരു കാര്യം പല ആളുകളും പറയുന്നത് കേട്ടിട്ടുണ്ട്. ഇപ്പോൾ ഈ വാട്ടർ റെസിസ്റ്റിൻ്റെ അടിയിൽ ഒരു ചെറിയൊരു ഡോട്ട് അല്ലെങ്കിൽ യു എന്ന് കണ്ടാൽ മാത്രമേ അത് ഒറിജിനലായിട്ടുള്ള വാച്ച് ആകൂ എന്ന് പറയുന്നതുണ്ട്. അത് ശരിയായിട്ടുള്ളൊരു കാര്യമല്ല. ഇപ്പോൾ ഉദാഹരണം തന്നെ നോക്കുവാണെങ്കിൽ ഇതിപ്പോൾ കസിയോയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റാണ്. അപ്പോൾ അതിലുള്ള കസിയോ F91W വാച്ച് മോഡലാണ്. അപ്പോൾ അതിൽ ഇങ്ങനെ ഒരിക്കലും ഒരു ഡോട്ടോ അല്ലെങ്കിൽ യുവോ കാണാനായിട്ട് പറ്റുന്നില്ല. അപ്പോൾ ചില വേരിയൻറ്റിൽ മാത്രമാണ് ഈ ഡോട്ടും യുവും കൊടുത്തിരിക്കുന്നത്. അല്ലാതെ ഒരു വാച്ച് ഇപ്പോൾ ഒരു ഒറിജിനലായിട്ടുള്ള എല്ലാ വാച്ചിലും ഇങ്ങനെ ഡോട്ടും യുവും കാണണമെന്ന് നമുക്ക് നിർബന്ധം പറയാൻ പറ്റില്ല. അതില്ലാത്തത് കൊണ്ട് ആ വാച്ച് ഒരിക്കലും ഫേക്ക് ആവുകയും ആവുന്നില്ല. ബാക്കി മറ്റുള്ള കാര്യങ്ങളാണ് നമ്മൾ നോക്കേണ്ടത്. അതിൻ്റെ ബിൽഡ് ക്വാളിറ്റി, അതുപോലെ ഫോണ്ടിലുള്ള വ്യത്യാസങ്ങൾ, പിന്നെ അതിലെ ബട്ടൺസ്, അതിൻ്റെ മൊഡ്യൂളിലുള്ള വ്യത്യാസങ്ങൾ, ഇതൊക്കെയാണ് നമ്മൾ മെയിനായിട്ടും ശ്രദ്ധിക്കേണ്ടത്. അതിലുപരിയായിട്ട് നിങ്ങൾ ഏറ്റവും കൂടുതൽ കണ്ടിട്ടുള്ളതും ആയിട്ടുള്ള ഒരു അടുത്ത മെത്തേഡാണ് നമ്മൾ ഈ റൈറ്റ് സൈഡിലെ ഈ ബട്ടൺ ലോങ് പ്രസ് ചെയ്ത് കഴിയാൻ നേരത്ത് കാസിയോ എന്നുള്ളൊരു വേർഡ് എക്സാക്ട്ലി ഡിസ്പ്ലേ ചെയ്യുന്നതായിട്ട് കാണാം. അതോടൊപ്പം തന്നെ ഈ 3 ബട്ടൺസും ഒരുമിച്ച് ലോങ് പ്രസ് ചെയ്യുമ്പോൾ ഇത് എക്സാക്ട്ലി ഇതുപോലുള്ളൊരു ക്യാരക്ടേഴ്സും ഒറിജിനൽ ഡിസ്പ്ലേ ആവുന്നുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എല്ലാം നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വാച്ച് ഒറിജിനലാണോ അതല്ല ഫേക്കാണോ നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. എപ്പോഴും മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം ഒരു ഓതറൈസ്ഡ് ഡീലറുടെ അടുത്ത് നിന്ന് മേടിക്കാനായിട്ട് ശ്രമിക്കുക. ഇത് കൂടാതെ ഇതിൻ്റെ ഒരു ഒറിജിനാലിറ്റി ചെക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇതിൻ്റെ ബാക്ക് കേസ് അഴിച്ചു നോക്കിക്കഴിഞ്ഞാൽ കുറച്ചും കൂടെയും ക്ലാരിഫൈ കിട്ടുന്നതായിരിക്കും. പക്ഷേ നമ്മൾ സാധാരണ ആൾക്കാർക്ക് ഇതിനെ പറ്റിയ എല്ലാ ടൂളുകളും കാര്യങ്ങളും ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അങ്ങനെ ഉള്ളവർ ഇങ്ങനെ അഴിച്ചു നോക്കിക്കഴിഞ്ഞാൽ അവർക്ക് കുറച്ചും കൂടെ ഒരു വിശ്വാസ്യത നമുക്ക് കിട്ടുന്നതായിരിക്കും. പക്ഷേ അല്ലാത്തവർക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളത്. നമ്മളെപ്പോഴും വാച്ചിൻ്റെ ഒരു വിഷ്വൽ ഗൈഡ് കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യുക. അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം യൂസ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ച്യൂസ്.